जब से चढ़ गया रे तेरा फितूर, जब से चढ़ गया रे इश्क जो जरा सा था वो बढ़ गया रे तेरा फितूर, जब से चढ़ गया रे। तू जो मेरे संग चलने लगे तो मेरी राहें धड़कने लगे। അളവില്ലാത്ത സകലതന്മ ശരിയായിരിക്കും പ്രാർത്ഥിക്കുവാനായിരിക്കുന്നു. എങ്കിലും അങ്ങയുടെ അന്തമായ ദർശനപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിനെ സ്തുതിക്കായി ജമാലാത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർത്ഥത്തിൽ സത്യങ്ങൾ ചെയ്യുന്ന ശ്വാസപ്രമാണം സർവസ്നായങ്ങളെ പിതാവേ ഞങ്ങളുടെ നാം പൂജ്യ രാജ്യം പിതാവിനും മത്തിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവരും പിതാവിനോട് എൻ്റെ കൂട്ടിൽ ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവത്തെ പറയും. അവിടെ തൻ്റെ ദൂരമുണ്ട് അവിടുത്തെ ചിലകളിൽ ലഭിക്കും. അവിടുത്തെ വിശ്വസ്ത കവചം പരിചയമായിരിക്കും. ഭയപ്പെടേണ്ട വിശ്വസിക്കുന്ന മഹാമാരിയും തട്ടിച്ചേരിക്കുന്ന എൻ്റെ ആശ്രയിച്ചു അതിൻ്റെ വാസിച്ചു. നിനക്ക് ഞാൻ പഠിക്കുകയില്ല, ഒരനുഭവം നിന്റെ കൂടാതെ സ്നേഹിക്കുകയില്ല. നിന്റെ വഴിയിൽ നിനക്ക് ആത്മാവിക്കാൻ മാറ്റി നൽകിയും നിന്റെ പാദം അവിടുത്തെ കൈകൾ വച്ചുകൊള്ളും. സിംഹത്തിന്റെ അടങ്ങിയെ ചോട്ടയടക്കും, സിംഹത്തെ സർപ്പത്തെ നീ ചോട്ടനടിക്കും. സ്നേഹത്തിനോട് ഒട്ടിക്കുന്ന ഞാൻ രക്ഷിക്കും. അവരുടെ നാമം പറയുന്നതുകൊണ്ട് ഞാനൊരു സംരക്ഷിക്കും. അവനെ സംരക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരപ്പെടും. അവന്റെ കർഷകരെ ഞാൻ വിളിച്ചു ചേർക്കും. കർത്താവിന്റെ വചനം. ഇത്തരം മാതാവേ ഭാവിയായി ഞാൻ വിദ്യാലയത്തെ കാത്തുകൊണ്ട് മാതാവേ അപേക്ഷ വീക്ഷിക്കാതെ വ്യാപരം കെട്ടിലമേ ആമേൻ. സമാധാനത്തിൻ്റെ ആത്മീ സമാധാനത്തിൻ്റെ ആത്മീ സമാധാനത്തിൻ്റെ ആത്മീ രാജാവേ ലോകാധികർത്താവേ വാഴുക നീ സുദിനം നിന്റെ പാലിച്ചു വാനരുള്ള ആഡംബരങ്ങളും വേലകൾ ജോലികൾ ദുഃഖദുരിതങ്ങളും എല്ലാം കേൾക്കേഴും നിന്നോടെ തൃപ്പാദപാരിൽ കാഴ്ചയണയ്ക്കും നീതാ. വാഴുക വാഴുക സാനന്ദമീവിധം സ്നേഹത്തിൻ മന്നവനെ നിത്യ ഭാഗ്യത്തിൽ വന്നു നിൽക്കുന്ന നാൾ വരെ
നാൾ വരെയും. അവിടുത്തെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് സ്വീകരിച്ചിട്ട് എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഓരോ നിമിഷവും അങ്ങനത്തെ ഉപയോഗിച്ച് ചേരുവാനും അതിനോട് പരിപൂർണമായിട്ട് മനസ്സപ്പെടി ജീവിക്കാനായിട്ടുള്ള പ്രഭാവനം നൽകുവാനായിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ചാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവിൻ്റെ മാധ്യസ്ഥം വഹിക്കണമേ. വേറെ പ്രത്യേകമായിട്ട് ഇന്ന് വിവാഹ വാഗ്ദാനം നടത്തുന്ന ദിവ്യയും മിറ്ററിനെയും രണ്ട് കുടുംബങ്ങളെയും തൃപ്പാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആശീർവദിക്കുന്ന വലതുകരം നീട്ടി ഞങ്ങൾ ഓരോരുത്തരും പ്രത്യേകിച്ച് ഈ പ്രതിഷ്ഠിത അധ്യാപകന്മാരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളെ യാചിക്കുന്നു. അവർ ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്ന കുടുംബജീവിതം അങ്ങനത്തെ വിഹിതമനുസരിച്ച് അവിടുത്തെ പരിപാലനയിൽ നിരന്തരം മുന്നോട്ട് കൊണ്ടുപോകാനും അവിടുന്ന് ആശ്രയിച്ചുകൊണ്ട് അങ്ങയിൽ ആശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രത്യാശയം മുന്നോട്ട് പോകാനായിട്ടുള്ള കൃപാവം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. അമ്മേ മാതാവേ, കനായിലേക്കിലാണ് വരുന്നത് അവിടുത്തെ ദിവസം കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് അനുഗ്രഹമായി കണ്ടെത്തുന്നവരെ നയിച്ചുവല്ലോ. അതുപോലെ ഞങ്ങളുടെ ഈ ഭവനങ്ങളിലും അവിടുന്ന് സന്നിഹിതയായിരിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി തീർക്കുവാനുള്ള മാധ്യസ്ഥം വഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങനെ തിരുപ്പുത്രൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും പുരോഗമിക്കുവാനായിട്ടുള്ള അനുഗ്രഹത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അമ്മേ മാതാവേ,
ഈ കുടുംബത്തിന് വേണ്ടി, ഈ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞുറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞുറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞുറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥവും നമ്മളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിന്റെ തിരുനാമത്തിലെ ദേവാലയത്തിലെ പവിത്ര സാന്നിധ്യത്തിന് മുമ്പിൽ ഒരു വിശുദ്ധമായിട്ടുള്ള കാര്യത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. മിത പ്രദേശങ്ങളിൽ നിന്നും കർത്താവ് ഈ തിരുസന്നിധിയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. 2 കുടുംബങ്ങളുടെ പ്രതിനിധികളായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മിക്കറും ദിവ്യയും തങ്ങളുടെ വാഗ്ദാനം കൊണ്ട് തങ്ങളെ ആരംഭിക്കാൻ പോകുന്ന ഒരു പുതിയ കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഈ 2 മക്കളെയും കർത്താവിന്റെ കൃപാദനം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ കൃപാവരം സമൃദ്ധമായിട്ട് ഈ മക്കളിലേക്ക് വർഷിക്കപ്പെടുവാനായിട്ടും അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ നടക്കുന്ന വിവാഹം എന്ന കുദാശയിലൂടെ 2 കുടുംബങ്ങളും അതിലേറെ 2 വ്യക്തികളും ഒന്നായി ചേർന്ന് ഒരു പുതിയ കുടുംബജീവിതത്തിന് ആരംഭം കുറിക്കുമ്പോൾ ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, അവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണമേ, അവരുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കണമേ എന്ന് നമുക്ക് താരത്തിന് മുമ്പ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവിടുത്തെ കൃപയാൽ നാം ഓരോരുത്തരും, നാം എല്ലാവരും ഏറെ പ്രത്യേകമായിട്ട് ഈ ഋതുസുത വധുവരന്മാരും അനുഗ്രഹിക്കപ്പെടണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. ആദ്യ ഭാഗത്ത് നമ്മൾ വിവാഹ വാഗ്ദാനത്തിൻ്റെ ശുശ്രൂഷകൾ നടത്തുന്നു. അതിനെ തുടർന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവരുളിയ
ഹൃദയപൂർവ്വം നിഷ്കളങ്കമായി അങ്ങിൽ ആശ്രയിച്ച് വാഗസമ്മതം നടത്തുവാൻ ഈ ദാസർ പ്രാപ്തരായി ഭവിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഞങ്ങളുടെ കർത്താവായ ദൈവമേ നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നമ്മളും നമ്മെ വിളിയോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ സകലത്തിന്റെ നാഥനും സൃഷ്ടാവുമാകുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. Amen.
but as it is they are holy. But if the unbelieving partner separates, let it be so. In such a case, the brother or sister is not wrong. It is to these that God has called you wife for all you know. You might save your husband, for all you know, you might save your wife. Word of God. A reading from the Holy Gospel according to Saint John, chapter 2, verses 1 to 11. The wedding at Cana. On the third day, there was a wedding in Cana of Galilee, and the mother of Jesus was there. Jesus and his disciples had also been invited to the wedding. When the wine gave out, the mother of Jesus said to him, "They had no wine." And Jesus said to her, "Woman, what concern is that to you and to me? My hour has not yet come." His mother said to the servants, "Do whatever he tells you." For the Jewish rites of purification, each holding 20 or 30 gallons. Jesus said to them, "Fill the jars with water." And they filled them up to the brim. He said to them, "Now draw some out and take it to the chief steward." So they took it. When the steward tasted the water that had become wine and did not know where it came from, though the servants who had drawn the water knew, the steward called the bridegroom and said to him, "Everyone serves the good wine first, and then the inferior wine after the guests have become drunk. But you have kept the good wine until now." Jesus did this, the first of his signs, in Cana of Galilee, and revealed his glory, and his disciples believed in him. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്നത്തെ സർക്കാർ കുട്ടികളായിരിക്കുന്ന വിക്ടർ, ദിവ്യ, ഇപ്പോൾ വായിച്ചു കേട്ട ഈ തിരുവചന ഭാഗങ്ങളെ കുറിച്ച് ഏതാനും നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ
സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാകാനുള്ള ദൃഢനിശ്ചയത്തോടെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി വിവാഹമെന്ന പുതാശയാൽ ബന്ധിതരാകുവാൻ ഉള്ള സമ്മതം അറിയിക്കുവാനായിട്ടാണ് നിങ്ങളിന്ന് ഇവർ രണ്ടുപേരിന്ന് ഇവിടെ എത്തിയിരിക്കുക. അവരോട് ചേർന്ന് അവരിന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഈ വാഗ്ദാനം അതിൽ നമ്മുടെ ജീവശാസ്ത്രത്തിന്റെ അവസാന നിമിഷം വരെ അടിയുറച്ചു നിൽക്കുവാനായിട്ട് കൃപാവരങ്ങളാൽ ഇവരെ നിറയ്ക്കണമേ, അവരുടെ വാഗ്ദാനത്തിൽ ഇവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ടാണ് നാം ഇവിടെ ഇവരോടൊപ്പം ഈ ദിവ്യ സന്നിധിയിൽ കർത്താവിന്റെ മുമ്പിലായിരിക്കുക. രണ്ടാമത്തെ തിരുവചന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാനായില് വെച്ച് ഈശോ തന്റെ അത്ഭുതങ്ങളുടെ യോഹന്നാന്റെ സുവിശേഷം യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടയാളങ്ങളുടെ ആരംഭം കുറിച്ചുകൊണ്ട് കാനായിലെ വിവാഹ വിരുന്നിന്റെ അവസരത്തില് ആ കുടുംബത്തെ രക്ഷിക്കുവാനായിട്ട് അവർക്ക് സമൂഹത്തിൽ സംഭവിക്കാമായിരുന്ന നാണക്കേടിനെ അവമതിയെ അതിജീവിക്കുവാനായിട്ട് ഈശോ തന്റെ സമയമാകാതിരുന്നിട്ടും പരിശുദ്ധ അമ്മയുടെ വാക്കനുസരിച്ച് അപേക്ഷയനുസരിച്ച് വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് തന്റെ അത്ഭുതങ്ങളുടെ ആരംഭം കുറിക്കുന്നതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇതിലെ രണ്ട് പോയിന്റുകളിലേക്ക് നിങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, കാനായിലെ 3-ാം ദിവസം കാനായിലെ ഒരു കല്യാണ വിരുന്ന് നടന്നു. അവിടെ യേശുവിന്റെ അമ്മയുണ്ടായിരുന്നു. 1-ാമത്തെ പോയിന്റ്. അതോടൊപ്പം തന്നെ 2-ാമത്തെ വാക്യത്തിൽ 2:2 പറയുന്നു, യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ ഭവനത്തിൽ ഉണ്ടായിരുന്നു എന്നത് സുവിശേഷം എടുത്തു പറയുന്നുണ്ട്. പ്രിയ വിക്ടർ, ദിവ്യ, നിങ്ങൾ ആരംഭിക്കുന്ന പുതുജീവിതം കുറിക്കുന്ന ആ പുതിയ കുടുംബത്തിലും യേശുവിന്റെ അമ്മയുടെയും യേശുവിന്റെയും സാന്നിധ്യം കൊണ്ട് നിങ്ങൾ നടക്കണം. യേശുവിനെയും ശിഷ്യന്മാരെയും വിരുന്നിലേക്ക് ആ ഭവനത്തിലേക്ക് ക്ഷണിച്ചിരുന്നതോടുകൂടി സുവിശേഷം എടുത്തു പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരംഭിക്കുവാൻ പോകുന്ന ഈ ദാമ്പത്യ ജീവിതത്തിലേക്ക് യേശുവിന്റെ അമ്മയുടെയും യേശുവിന്റെയും സജീവ സാന്നിധ്യം നിങ്ങൾ ക്ഷണിച്ചു വരുത്തണം. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ സുന്ദരമായിട്ടൊരു ചിത്രം ഇതേ യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ വരച്ചു കാണിക്കുന്നു. യേശു ബലം പിടിച്ച് തള്ളി തുറന്ന് അല്ലെങ്കിൽ ഇടിച്ചു പൊളിച്ച് അകത്തേക്ക് കയറി വരുന്നവനല്ല, മറിച്ച് നമ്മുടെ ഹൃദയമാകുന്ന കവാടങ്ങളിൽ നമ്മുടെ കുടുംബമാകുന്ന ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ടുവന്ന് നിരന്തരം നമ്മുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഭവനത്തിന്റെ കവാടങ്ങളിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും അവന്റെ സ്വരം ശ്രവിച്ച് വാതിൽ തുറന്നു കൊടുത്താൽ അവിടേക്ക് കടന്നു വന്ന് അവനോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ, ആ കുടുംബാംഗങ്ങള് യേശുവിനോടൊപ്പം ഭക്ഷണം കഴിക്കുവാനായിട്ട് തിരുവിഷ്ടമാകുന്ന കാത്തിരിക്കുന്ന യേശുവിന്റെ ചിത്രമാണ് യോഹന്നാൻ സുവിശേഷൻ വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തില്. 5-ാമത്തെ തിരുവചനത്തില് His mother said to the servants, do whatever he tells you. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. ഇന്നും പരിശുദ്ധ അമ്മ നമ്മളോട് അരുളി ചെയ്യുന്നത് ഇത് തന്നെയാണ്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യൂ. പ്രിയ മക്കളെ, പ്രിയ സഹോദരങ്ങളെ, യേശു പറയുന്നത് പോലെ ചെയ്യുവാൻ
നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞയെടുക്കാം. അതിന്ന് വിവാഹ വാഗ്ദാനം നടത്തുന്നവരാണെങ്കിലും നേരത്തെ വാഗ്ദാനം നടത്തി വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്നവരാണെങ്കിലും വിദൂര ഭാവിയിൽ വിവാഹം കഴിക്കാനായിട്ട് ഒരുങ്ങുന്നവരാണെങ്കിലും എല്ലാവർക്കും ഇത് ബാധകം. പ്രസിദ്ധമായിട്ടുള്ള അമേരിക്കൻ സുവിശേഷകൻ കടൽ ന്യൂമാന്റെ ഒരു പുസ്തകമുണ്ട്, 3 to get married. വിവാഹിതരാകുവാനായിട്ട് 3 വ്യക്തികൾ. മലയാളത്തിലൊരു പാട്ടുണ്ടായിരുന്നു, എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു. ആദ്യത്തെ വായന നമ്മൾ വായിച്ചു കേട്ടു. വിശ്വാസരഹിതയായ ഭാര്യ ഭർത്താവും വിശ്വാസിയായ ഭർത്താവ് മൂലവും, വിശ്വാസരഹിതയായ ഭർത്താവ് വിശ്വാസരഹിതനായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മൂലവും പരസ്പരം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ ഉറച്ച സാന്നിധ്യത്തിൽ, നിരന്തരമായിട്ടുള്ള സാന്നിധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ടും ഈ പ്രതിഷ്ഠിത വധുവരന്മാരെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് നിത്യകർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. അവിടെ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശുദ്ധാന നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് ദിവ്യയെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് ഈ വാഗ്ദാനം ചെയ്യുന്നു. ദിവ്യ വിശുദ്ധാന നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് ഈ വിക്ടറിനെ എൻ്റെ ഭർത്താവായി നീ സ്വീകരിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ കാരണവന്മാരും ഇവിടെയുള്ള മറ്റെല്ലാവരും സാക്ഷികളാണ്. ഭർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയും നിങ്ങൾ ചെയ്ത വാഗ്ദാനം പൂർത്തീകരിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വാഗ്ദാനങ്ങളുടെ അടയാളമായിട്ട് നമ്മൾ പരസ്പരം വെറുതെ and promises, how to be brave, how can I love when I'm afraid to fall, but watching you stand alone, all of my doubt suddenly goes away somehow. പാലിക്കുവാൻ സഹായിക്കുന്നവനുമായ കർത്താവേ, അങ്ങയുടെ ദാസത്തെ എന്ന ഉടമ്പടിയെ നീ സ്ഥിരീകരിക്കണമേ. ഇപ്പോൾ ചെയ്ത വിവാഹ വാഗ്ദാനം പൂർത്തിയാക്കുവാൻ നിന്റെ ദാസരായ വിക്ടറിനെയും ദിവ്യയെയും അവരുടെ കാരണവന്മാരായ എല്ലാവരെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ സ്നേഹവും പരിരക്ഷണയും ഇവരിലും ഇവരുടെ മേലും ഇവരുടെ സമൂഹത്തിൻ്റെ മേലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ മംഗളകർമ്മത്തിന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വ്യക്തിയെയും ദൈവിക നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർ ചെയ്യുന്ന വാഗ്ദാനം വേണ്ടവിധം പൂർത്തിയാകുവാൻ ദൈവത്തിന്റെ സംരക്ഷണങ്ങൾക്ക് സദാ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരസ്പരം ബന്ധം ആരംഭിക്കുന്ന 2 കുടുംബങ്ങൾ സ്നേഹത്തിലുമായി വളരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ സന്നിഹിതരാവുകയും നിന്റെ ഈ ദാസം വഴി പ്രാർത്ഥിക്കുകയും ചെയ്ത നല്ല എല്ലാവരുടെയും വേണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തനായ അങ്ങയുടെ ദാസത്തെ വാഗ്ദാനം നിർവഹണം പൂർത്തിയാക്കുവാനുള്ള മനസ്സും സന്നദ്ധതയുടെ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്ന ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മധ്യസ്ഥ വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി കാഴ്ചവാൻ തുടങ്ങുന്നു. കണ്ണുകൾക്കാക്കി വിചാരത്തിലേക്ക് വിശുദ്ധരായി ഏകാഗ്രതയോട് പ്രാർത്ഥിച്ച് സമാധാനം നമ്മോട് കൂടെ എപ്പോഴും എന്നേക്കും. നമ്മുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് വരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോട് കൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന്റെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധനയായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും ഇന്നുകൂടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവന്റെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അജ്ഞന്മാരും അനുരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അനുരൂപികളുമായ പ്രവാചകന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്തുതിഗീതം നൽകുവാൻ താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ഈ ഒരു ബലഹീനരുമായ ദാസങ്ങളുടെ തിരുസനയ്ക്ക് ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധമത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിക്കുവാൻ ഞങ്ങളെ സമുദ്ധരിക്കുകയും ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി ഞങ്ങളുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോട് കൂടെ കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സ്വാഗതവും ഭരണാധികാരവുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ ശ്രേഷ്ഠപിതാവായ റാഫേൽ തന്റെ മെത്രാപ്പോലീത്തായ്ക്കും മറ്റെല്ലാ വൈദികരധ്യക്ഷന്മാർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും പുരോഹിതന്മാർ, മിഷണർമാർ, വൈദിക വിദ്യാർത്ഥികൾ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, തൊഴിലന്വേഷകർ, വ്യാപാരികൾ, വ്യവസായികൾ, രോഗീശുശ്രൂഷകർ, കർഷകർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരെയും സ്നേഹന്മാരെയും രക്തസാക്ഷികളെയും മകളുടെയും ബഹുമാനത്തിനും അങ്ങനെ തിരുസന്നിധിയിൽ പ്രീതികരമായ പ്രത്യേക നീതിമാന്മാരെ വിശുദ്ധരമായ പിതാക്കന്മാരുടെയും സജീവ സമയങ്ങളിൽ നിലനിർത്തുന്നതിന് മാതൃകങ്ങൾ സഹായമാക്കുന്നതിന് വേണ്ടി കർത്താവേ കുർബാന സ്വീകരിക്കണമേ.
ക്ലേശത്തിലും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ തിരുനാമത്തിൽ വേർപിരിഞ്ഞുപോയെല്ലാം മരിച്ചവർക്കും പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയവർക്കും മാതാപിതാക്കന്മാർ സഹോദരി സഹോദരങ്ങൾ ബന്ധുക്കൾ മിത്രമാർക്കുകാരികൾ എന്നിവർക്കും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം പ്രതീക്ഷിക്കണം പ്രാർത്ഥിക്കുവാൻ ബാധ്യതമായിരുന്ന എല്ലാവർക്കും ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിരിക്കും. അങ്ങനെ കാര്യത്തെ പ്രത്യാശം കാത്തിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന്മാരുടെ എല്ലാ വിശദമായിട്ടുള്ള നിയോഗങ്ങൾക്കും വാഗ്ദാനം നൽകിയ വിക്ടറുടെയും ദിവ്യയുടെയും ജീവിതത്തിലേക്ക് ആവശ്യമുള്ള കൃപാകരങ്ങൾ വർഷിക്കുന്നതിനും ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ മോചനം നിത്യശാന്തിക്കും എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധീകരണത്തിനും അയോഗ്യനായ എനിക്ക് വേണ്ടി കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിൽ ഞങ്ങളുടെ അഭിഷിക്തന്റെ ശരീരമായിട്ട് ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം. അങ്ങേ പ്രിയപുത്രനായി ഈശോമിശിഹായെ അയച്ചുവെന്നും പ്രവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷമായ വിശുദ്ധമാമോദീസായുടെ സജീവവും ജീവദായകമായ അളത്താലും ദരിദ്രരും പരിശുദ്ധ ബലിക്കാസമുള്ള സദാനുള്ളവൻ എല്ലാവർക്കും വേണ്ടിയുള്ള നിർമ്മിതം വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്ന് എല്ലാവരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശരും കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും മുഖ്യനവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ദിവസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിൽ നൽകുന്ന അങ്ങേ ദാസരുടെ കുർബാനയോടുന്ന ആവസിച്ചതിനെ ആശീർവദിക്കുകയും ഗോത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരെക്കുള്ള വലിയ പ്രത്യാശയും നമ്മെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് മഹനീയവും സ്നേഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്ന അങ്ങയുടെ അപേക്ഷിക്കുന്ന മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, കൃപയ്ക്കൊത്തവണ്ണം ഒത്തവിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്ന ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നെങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം ലക്ഷ്യം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. Thank
ദുരിതത്തിന്റെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആദരിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തെയും ബോധനീയത്തിന്റെ മൂല്യമായി തിരുശരീരങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കാനും തന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ആചാരം ഞങ്ങളുടെ കാര്യത്തിനെതിരെ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും വലിയ പ്രത്യാശയ്ക്കും അങ്ങേ തിരുസന്നിധിയിൽ പ്രീതികരമാക്കുന്ന എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിനും നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സമാധാന ശുഭത്തിനായിട്ട് നമുക്ക് ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭഗമാക്കിടുവാൻ ദൈവം നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും എന്റെ രക്തം പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും അവരിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിതപാതകളിൽ ആവശ്യകമാം സ്ഥാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നും ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
मेरी राहें तेरे तक है, तुझ पे ही तो मेरा हक है। इश्क मेरा तू बेशक है, तुझ पे ही तो मेरा हक है। साथ छोड़ूंगा ना तेरे पीछे आऊंगा, छीन लूंगा या खुदा से मांग लाऊंगा। तेरे नाल तकदीरां लिखवाऊंगा, मैं तेरा बन जाऊंगा, मैं तेरा बन जाऊंगा। सो तेरी मैं कसम यही खाऊंगा, कीते वादे आनू मरा निभाऊंगा। तुझे हर बारी अपना बनाऊंगा, मैं तेरा बन जाऊंगा, मैं तेरा बन जाऊंगा। I found a love for me. Well, darling, just dive right in and follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. Darling, just kiss me slow. Your heart is over.